ഈ വർഷം ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിരുന്നു മലബാറിൽ ഇതേപോലെ സീറ്റ് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ സർക്കാർ വന്നാൽ അത് പരിഹരിക്കുമെന്ന് പറയുന്ന പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ LDF സർക്കാർ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ അതിനുശേഷം നമുക്കറിയാം നമ്മൾ റിസൾട്ട് വരുമ്പോൾ ഈ വർഷം 79,730 കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ളത്. അവർക്ക് അവിടെയുള്ള സീറ്റുകളുടെ എണ്ണം പരിശോധിക്കാൻ നമുക്കറിയാൻ കഴിയും. 20,000-ന് മുകളിൽ സീറ്റുകൾ അവർക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറവുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം അത് 30,000 ആയിരുന്നു. ഈ കഴിഞ്ഞ വർഷം അനുഭവിച്ച അധിക ബാച്ചുകളൊക്കെ വെച്ചിട്ടാണ് ആ സീറ്റുകൾ നമുക്ക് പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ നിലവിലുണ്ടായിരിക്കെ ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ വ്യാജങ്ങളായ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ടാണ് ഇതിനെ മറികടക്കാനായിട്ട് പലപ്പോഴും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറേ കണക്കുകൾ അവർ നിരത്തും, മണ്ണയുടെ ഡിലേയും മറ്റു കണക്കുകൾ നിരത്തിയിട്ട് ഈ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കുറേ കള്ളക്കണക്കുകൾ നിരത്തുന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെയും ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം നടന്നു. നിയമസഭയിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി പലപ്പോഴും കളവ് പറയുന്ന ഒരു സമീപനം, അതിനെ കണക്കുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കും വളരെ കൃത്യമായി സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്തുതാപരമായി തന്നെ പൊളിച്ചു കൊടുത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഈ വർഷവും റിസൾട്ട് വരുമ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മന്ത്രിസഭയുടെ ഒരു തീരുമാനം വരുന്നുണ്ട് ഈ പ്രക്ഷോഭങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായ സമീപനം ഇടതുപക്ഷത്തിലില്ല എന്നുള്ളതാണ് ആ തീരുമാനത്തിൽ കാണുന്നത്. കാരണം 50 പേരിരിക്കാവുന്ന ഒരു ക്ലാസ് മുറിയിൽ 65-70 പേരെ കുത്തി നിറച്ചുകൊണ്ടുള്ള സീറ്റുകളുടെ അധിക എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെയും സർക്കാർ സമീപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ അധ്യാപക സംഘടനാ പ്രതിനിധികളൊക്കെയും ഇവിടെ ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളെയാണ് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടുത്തെ മറ്റ് തെക്കൻ കേരളത്തിലൊക്കെയും വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഏറ്റവും അടുത്ത് ചേരാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. മലബാറിലെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയാലും സീറ്റിന് വേണ്ടി നെട്ടോട്ടം പോടേണ്ടി വരുന്ന ഒരു ഗതികേട്, ഒരേപോലെ നികുതി കൊടുത്ത് ഒരേ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 6ഓളം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോഴും മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മലപ്പുറത്ത് വെച്ചുകൊണ്ട് വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സർക്കാർ, കേരളത്തിലെ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോയിരിക്കുകയാണ്. അവിടെ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ പറയുന്നത് കേരളത്തോട് വിവേചനം കാണിക്കുന്നു, ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന വിവേചനം കാണിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണത് കേരളത്തെ വെച്ചുകൊണ്ട് വൈകാരികത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കാരണം കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ് സർക്കാർ സംസാരിക്കുന്നതെന്ന് സർക്കാരിൻ്റെ വാദം. അതുണ്ടായിരിക്കെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമീപനം ഇവിടെ ജനങ്ങളത് ഉന്നയിക്കുമ്പോൾ അതിനെ വൈകാരികമാക്കി മാറ്റുന്നു, അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഒരു ഇസ്ലാമോഫോബിയുടെ എലമെൻ്റായിട്ട് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇടതുപക്ഷ സർക്കാരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്